ഹലോ, എൻ്റെ പേര് റോസ്മരിയ. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാനിപ്പം എഡ്യൂഫ്ലെയറിൽ നിന്നും B2 കംപ്ലീറ്റ് ആയി. കഴിഞ്ഞ മന്ത് എൻ്റെ എക്സാം ആയിരുന്നു. അപ്പം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് എല്ലാ മോഡ്യൂൾസും ക്ലിയർ ചെയ്യാൻ പറ്റി. അപ്പം അതിനെനിക്ക് എല്ലാ താങ്ക്സും പറയാനുള്ളത് എഡ്യൂഫ്ലെയറിനോടാണ്. എസ്പെഷ്യലി എന്നെ പഠിപ്പിച്ച എൻ്റെ ഫാക്കൽറ്റി ആയിരുന്ന നീരജ് സാറിനോട്. എഡ്യൂഫ്ലെയറിൽ നിന്ന് ഞങ്ങളുടെ 5 പേർക്കായാലും B2 സ്റ്റുഡൻസിന് ഫുൾ സപ്പോർട്ടാണ് കിട്ടിയിരുന്നത്. അവിടുത്തെ ഫാക്കൽറ്റീസ് ആയാലും മറ്റ് സ്റ്റാഫ്സ് ആയാലും ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പഠിക്കുന്നതിനിടയിലായാലും അവരെന്തൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാതെ പറ്റത്തില്ല. അപ്പം ഫാക്കൽറ്റീസ് ആയാലും ഞങ്ങളുടെ ആ ഒരു ലെവലിനനുസരിച്ച് ഏതൊരു ടീച്ചേഴ്സും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ നീരജ് സാർ മാത്രമല്ല, മറ്റെല്ലാ ടീച്ചേഴ്സും ഞങ്ങളുടെ ഒരു ഡൗട്ട് ഏത് ടൈമിൽ പോയാലും ഞങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം എഡ്യൂഫ്ലെയറിലെ ഹോൾ ടീമിനും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. ഹലോ, ഞാൻ മേഘ. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ കഴിഞ്ഞ മാർച്ച് B2 എക്സാം ഓൾ മൊഡ്യൂൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എഡ്യൂഫ്ലെയർ ടീംസിന് നന്ദി പറയുന്നു. പിന്നെ സെക്കൻഡായിട്ട് ഞങ്ങളുടെ നീരജ് സാർ, ഞങ്ങളെ ജർമ്മൻ പഠിപ്പിച്ച സാറിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇവിടുന്ന് എക്സാം സെൻറ്ററിൽ പോകുന്ന സമയത്ത് ഭയങ്കര നെർവസ് ആയിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കൂൾ ആൻഡ് കാം അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. പിന്നെ ഇനി ഞാൻ അടുത്ത ഇൻടേക്കിൽ, അതായത് സെപ്റ്റംബർ ഇൻടേക്കിൽ പോകുന്നു. പിന്നെ ഇനി വരുന്ന B2 ബാച്ചസിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഹലോ, എൻ്റെ പേര് ബിന. ഞാൻ വരുന്ന വയനാട്ടിൽ നിന്നാണ്. ഞാൻ ഇപ്പോൾ എഡ്യൂഫ്ലെയറിൽ B2 കംപ്ലീറ്റ് ചെയ്തു. കഴിഞ്ഞ മാസം എക്സാം എഴുതി എല്ലാ മൊഡ്യൂൾസും ക്ലിയർ ചെയ്തു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാ മൊഡ്യൂൾസും ക്ലിയർ ചെയ്തതിൽ ഹാപ്പിയാണ്. പിന്നെ എഡ്യൂഫ്ലെയറിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ നല്ല സപ്പോർട്ടീവാണ്. ഇവിടുത്തെ ഫാക്കൽറ്റീസ് എല്ലാവരും സപ്പോർട്ടീവാണ്. ഞങ്ങളുടെ ഫാക്കൽറ്റി ആയിരുന്നു നീരജ് സാറിനാണ് ഫസ്റ്റ് ഞങ്ങൾ താങ്ക്സ് പറയുന്നത്. സാർ ഞങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്ത് ഫ്രണ്ട്ലി ആയിട്ട് ക്ലാസ് എടുത്ത് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇതുവരെ എത്തിച്ച്. ഞങ്ങൾ എക്സാം സെൻറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ എഴുതിയത് കൊൽക്കട്ടയാണ്. കൊൽക്കട്ട അവിടെ ടീച്ചേഴ്സ് എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്, നല്ല കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ആണ്. അവിടെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാനൊന്നുമില്ല. ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് ഞങ്ങളുടെ പാരൻസിനും അതേപോലെ തന്നെ എഡ്യൂഫ്ലെയർ ടീമിനും ഒരുപാട് നന്ദി. Hello Sam, hello Alex. Hello Julia. Hello Julia. Wie geht's? Sehr gut. Prima. Und dir? Auch gut. Also, wer hat die Einkaufsliste bitte? Here is the list. Give me. Okay. Kartoffel. Ja. Tomaten. Ja. Gurken. Chili. Und Banana. Ja. Ist das alles? Ja, sehr schön. Das ist genug. Okay. Nehmen wir Kartoffel. Ist das genug? Und bitte nehmen das Tomaten. Chili. Nein. Das ist zu viel. Ja, genug. Okay. Und Gurke? ja. Okay. Und Banane? Ja. Ist das genug? Ja. I'm Leah Matthew. I have got to know about Eduflair through social media. I'm settled in Bangalore. I've completed my A1. I'm doing my A2 classes now. ഞാനിവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ ക്ലാസ്സൊക്കെ തുടങ്ങിയപ്പോഴായാലും ഫാക്കൽറ്റീസ് ആയാലും നല്ല സപ്പോർട്ടാണ്. ഫാക്കൽറ്റീസൊക്കെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന നല്ല കമ്പനിയാണ്, ലൈക്ക് നല്ല ഫ്രണ്ട്ലിയാണ് ഞങ്ങളായിട്ട്. ലാംഗ്വേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറേ പേര് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്, പറ്റില്ല എന്നുണ്ട്. അങ്ങനെ ചെയ്താൽ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. നമ്മളെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഫസ്റ്റ് എക്സാമിനൊന്നും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടണമെന്നില്ല. നമ്മൾ പിന്നെയും ശ്രമിച്ചാലേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. എനിക്കെൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഒരുപാട് കുട്ടികൾ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ട് നേഴ്സിംഗ് പഠനത്തോട് കടന്നു വരാതെ റെഗുലർ ഡിഗ്രിയിൽ ഒതുക്കി പോകുന്നവരുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ ഒരു കഷ്ടപ്പാട് ഒന്ന് മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയിൽ പോയി സൗജന്യമായിട്ട് നേഴ്സിംഗ് പഠിക്കാം. നമ്മുടെ ജീവിതം നമുക്കവിടെ അടിപൊളിയാക്കി ലൈഫ് എൻജോയ് ചെയ്ത് നമുക്ക് അവിടെ ജീവിക്കാൻ സാധിക്കും. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് റോസ്മരിയ, മേഘ, ഇബിന. ഇവർ 3 പേരും നമ്മുടെ എഡ്യൂഫ്ലെയറിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് B2 എക്സാം ക്ലിയർ ചെയ്തവരാണ്. ഓക്കെ, നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം ഇവരുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, ജർമ്മൻ ലാംഗ്വേജ് എങ്ങനെ ഉണ്ടായിരുന്നു, ഇവരുടെ എക്സാംസിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് നിങ്ങളുടെ? ജർമ്മൻ ലാംഗ്വേജ് എങ്ങനെ ഉണ്ടായിരുന്നു പഠിക്കാനൊക്കെ? ജർമ്മൻ ലാംഗ്വേജിൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു പുതിയ ലാംഗ്വേജ് ആണ്, അപ്പോൾ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും എന്ന് വിചാരിച്ച് തന്നെ വന്നത്. A1 കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. പിന്നെ 8 എത്തി. 8ലും കുറച്ച് വൊക്കാബുലറീസ് ഒക്കെ പഠിച്ച് വലിയ കുഴപ്പമില്ലാതെ പോയി. എന്നാലും ഞങ്ങൾക്ക് ഫസ്റ്റ് ഒരു ഇതായതുകൊണ്ട് ഒരു കഷ്ടമായിരുന്നു. പിന്നെ B1 എത്തിയപ്പോഴത്തേക്ക് B1ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ B1ൽ കുറച്ച് മോഡിഫൈഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പം ഗ്രാമറൊക്കെ ഭയങ്കര പുതിയ ഗ്രാമറൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പം അവിടെ കുറച്ച് കഷ്ടപ്പാടായിരുന്നു. പിന്നെ B2ൽ വന്നപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നി. B2 എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഈ A1 തൊട്ട് B1 വരെ പഠിച്ചതിൻ്റെ അതിൽ നിന്നും പുതുതായിട്ടൊന്നും നമ്മൾ എക്സ്ട്രാ വലുതായി പഠിക്കുന്നില്ല. ഈ B1ൽ തന്നെ നമുക്ക് കുറേ പഠിക്കാനുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് അതിൻ്റെ അകത്ത് വൊക്കാബുലറി ഗ്രാമറൊക്കെ ആയാലും അത് തന്നെയാണ് കണക്റ്റേഴ്സ്, അതൊക്കെ നമ്മൾ B2ലാക്കിയാണ് എല്ലാം ഒരുമിച്ച് പഠിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ B2 അധികം ടഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവാൻ നമ്മൾ ആ ലാംഗ്വേജിലേക്ക് കുറച്ചുകൂടെ ഡീപ്പ് ആവാനും നമുക്ക് B2 നല്ലൊരിതായിരിക്കും. ഓക്കെ, ഇപ്പോൾ 3 പേരും ഹാപ്പി അല്ലേ B2 ലെവലൊക്കെ പാസ്സായിട്ട്? ഓക്കെ, അപ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് ഇപ്പോൾ നമ്മുടെ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനോട് എന്ത് ടിപ്സാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? ശരിക്കും ടിപ്പ് എന്ന് പറയുമ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാന്നല്ല ജർമ്മൻ ലാംഗ്വേജിൽ തന്നെ കൂടുതലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് എല്ലാവരും പറയും. നമ്മളിപ്പം ഒരു ഡേയിൽ തന്നെ 8 to 10 hours ഒക്കെ ഇരിക്കണം. അപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രം സോർട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം എക്സാമിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ പോയിട്ട് എങ്ങനെയായിരിക്കും ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യം, അതൊക്കെ നമുക്ക് ഒരു ലാംഗ്വേജായിട്ട് നമുക്ക് എങ്ങനെ കംഫർട്ടബിൾ ആവാൻ പറ്റും അതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കണം. പിന്നെ എക്സാമിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, സ്പീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. ഞങ്ങളൊക്കെ A1 A2 ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഞങ്ങളുടെ ഇവിടുത്തെ എഡ്യൂഫ്ലെയറിലെ ഫാക്കൽറ്റീസ് പറയായിരുന്നു, നിങ്ങൾ തമ്മിലും ടീച്ചേഴ്സ് തമ്മിലും നന്നായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അപ്പം നമുക്കത് ഭാവിയിൽ നന്നായിട്ട് ഉപകരിക്കുമെന്ന് പറയാം. ഓക്കെ, എന്താണ് ഇനി നിങ്ങളുടെ നെക്സ്റ്റ് പ്ലാന്? നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ ജർമ്മനി പോയി ഹൗസ് ബിൽഡും അതായത് നേഴ്സിംഗ് പഠിക്കണം. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണൽ പ്ലാൻസും കൂടി ഉണ്ട്. ലോ, ബിസിനസ്, MBBS അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഹൈടെക് ആയിട്ട് പഠിക്കണമെന്നും കൂടി ആഗ്രഹമുണ്ട്. പിന്നെ അത് മാത്രമല്ല കുറച്ച് എൻജോയ്മെൻറ്റ്, പുതിയ കൺട്രിയാണ്, അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നാലും അത് മാക്സിമം എൻജോയ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. Guten Tag. Guten Tag. Ich möchte ein Fahrrad nach Düsseldorf bitte. Düsseldorf. Ja. Einpark oder hin und zurück? Einfach bitte. Einpark, okay. Welche Klasse bitte? Erste Klasse bitte. Okay. Haben Sie eine Bahnkarte? Ja, bitte. Okay. Ihr Name? Mein Name ist Bea. Bea. Okay. Es kostet 15 Euro. Ja. Wie bezahlen Sie? Bar oder Karte? Karte bitte. Okay. Ihre Fahrkarte bitte. Dankeschön. Bitte schon. Auf Gute Wiedersehen. Reise. Auf Wiedersehen. Eduflair, education driven by passion.